പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേത്തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും ഒന്നിരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ മുന്നമേ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നൽകിയതായ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദിയോടുകൂടി മഹത്വപ്പെടുത്തുകയാണ്. ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എന്താണ് നോമ്പ്, എങ്ങനെയാണ് നോമ്പ് ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നോമ്പിന്റെ പ്രാധാന്യമെന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ബലഹീനായ അടിയങ്ങൾ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്നതായ സമയത്ത് മലബാർ ഭദ്രാസനത്തിന്റെ അഭിമന്യ പിതാവായ മോർ സ്തേഫാനോസ് തിരുമേനി എഴുതിയതായ ഒരു പുസ്തകം വായിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ ഏറെ ചിന്തിപ്പിച്ചതായ ആ പുസ്തകത്തിലെ ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു ദേവാലയത്തിലെ വന്ദനായ വികാരി അച്ഛൻ രാവിലെ ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന വിശുദ്ധി ആരാധനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തന്റെ പള്ളിമേടയിലേക്ക് കടന്നു വരുന്നതായ സമയത്ത് അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുകയും ഏറെ ആദരിക്കുകയും ചെയ്തതായ ഒരു കൊച്ചുമകൾ എല്ലാ ദിവസവും വന്ദനായ അച്ഛന്റെ ആരാധന കേൾക്കുവാനായി, അനുഭവിക്കുവാനായി ദേവാലയത്തിലേക്ക് വരാറുണ്ടായിരുന്നു. പതിവ് പോലെ ആ കൊച്ചു ബാലിക ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. വിശുദ്ധ ആരാധന കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ വൈദിക ശ്രേഷ്ഠനെ കണ്ട് തന്റെ സന്തോഷവും തന്റെ വിശേഷങ്ങളൊക്കെ പങ്കിട്ടതിന് ശേഷം പള്ളിമേടയിലേക്ക് ഈ വന്യ വൈദിക ശ്രേഷ്ഠൻ ഈ കൊച്ചുമകളെ ക്ഷണിക്കുകയാണ്. അവൾ അച്ഛൻ്റെ ഒപ്പം കടന്നു ചെന്നപ്പോൾ, അച്ഛന്റെ മുറിയിൽ ചെന്നപ്പോൾ അച്ഛൻ അലമാര തുറന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ, ഏറെ ഇഷ്ടപ്പെടുന്നതായ ഒരു ചോക്ലേറ്റ് അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് നിറപുഞ്ചിരിയോടുകൂടി അത് വാങ്ങിയിട്ട് അച്ഛന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, അച്ഛാ, എനിക്ക് ചോക്ലേറ്റ് വേണ്ട എന്ന് പറയുകയാണ്. അച്ഛനേറെ ആശ്ചര്യത്തോടുകൂടി ഈ മകളെ നോക്കിയിട്ട് ചോദിച്ചു, മോളെ, നിനക്ക് ഏറെ ഇഷ്ടമുള്ളതായ, നീ ഏറെ ഇഷ്ടപ്പെടുന്നതായ ഒരു ചോക്ലേറ്റ് ആണല്ലോ, പിന്നെ നീ എന്താ വേണ്ട എന്ന് പറയുന്നത്? ഈ കൊച്ചുമകൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് നോമ്പാണ്, അതുകൊണ്ട് എനിക്ക് ചോക്ലേറ്റ് വേണ്ട. അച്ഛൻ ഏറെ ആകാംക്ഷയോടും, അല്ലെങ്കിൽ എന്താണ് ഇവള് ഇങ്ങനൊരു വാക്ക് പറയുന്നത് എന്ന് ചിന്തിച്ച് അവളോട് ചോദിച്ചു, മോളെ, നോമ്പാണെന്ന് വിചാരിച്ച് ചോക്ലേറ്റിന് നോമ്പുണ്ടോ എന്ന് ഈ മകളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവൾ പറഞ്ഞതായി വാക്ക് ഇങ്ങനെയായിരുന്നു, അച്ഛാ, ഞാൻ എൻ്റെ ഈ ജീവിതം വരെയും എൻ്റെ പപ്പായോടും അമ്മായോടും വഴക്ക് കൂടുന്നത് ഈ ഒരു കാരണത്താലാണ്. എനിക്ക് എപ്പോഴും ചോക്ലേറ്റ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് എന്നെ പപ്പായും അമ്മയും വാശി കയറ്റുകയും അവരുമായി വഴക്ക് കൂടുകയും ചെയ്യുന്നതായ സമയങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്, അച്ഛാ, എനിക്ക് ചോക്ലേറ്റ് വേണ്ട എന്ന്. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നോമ്പെന്ന് ചോദിക്കുമ്പോൾ ആ മകൾ പറഞ്ഞതായ വാക്ക് തന്നെയാണ് ഇതിന് ഉത്തരമായിട്ടുള്ളത്. ചിലതിനെയൊക്കെ വേണ്ടെന്ന് വെക്കുവാനുള്ളതായ ഒരു സമയമാണ് നോമ്പെന്ന് പറയുന്നത്. എന്താണ് നിനിവേ നോമ്പ്? നമ്മളെല്ലാം ഈ നിനിവേ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നിനിവേ നോമ്പ്? നിനിവേ നോമ്പ് എന്ന വാക്കിന് അർത്ഥം മാനസാന്തരത്തിന്റെ യാത്ര എന്നാണ്. ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്നതായ ഈ തീർത്ഥാടക സമൂഹം മനോഹരമായ തീർത്ഥയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ മാനസാന്തരത്തിലേക്ക് അടുക്കുവാനുള്ളതായ ഒരു സമയമാണ് നിനിവേ നോമ്പായിട്ട് കാണേണ്ടത്. തിരിച്ചറിവ് കിട്ടിയതായ ഒരു ജനസമൂഹം ദൈവകരുണയ്ക്കും നീതിക്കും വേണ്ടിയുള്ള നിലവിളി കൂട്ടുന്ന ദിവസങ്ങളാണ് ഈ 3 രാവും 3 പകലുമെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. തങ്ങളുടെ പ്രവൃത്തിയും ചിന്തയും ദൈവത്തിന് എതിരാണ് എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എന്താണ് നിനിവേ നോമ്പിന്റെ നാളുകളിലെ പ്രത്യേകതയെന്ന് ആമുഖമായിട്ട് നമുക്ക് അല്പസമയം ചിന്തിക്കാം. സുറിയാനി സഭയുടെ ആരാധന പാരമ്പര്യങ്ങളും ആരാധന ക്രമങ്ങളെല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ 7 കാലഘട്ടങ്ങളിലായിട്ട് സുറിയാനി സഭയുടെ ആരാധനകളെല്ലാം ക്രമീകരിച്ചു വെക്കുമ്പോൾ അറിയിപ്പിന്റെ കാലഘട്ടമായ ഈ ദിനങ്ങളിലൂടെ സഞ്ചരിച്ച് ദനഹ കാലഘട്ടത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നുപോയി
പെരുന്നാളിന്റെയും ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും ആ നല്ല നാളുകൾ കഴിഞ്ഞ് അതാ നോമ്പിന്റെ കാലഘട്ടമായ ഈ ദിവസങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ നോമ്പിന്റെ മുന്നോടിയായിട്ട് നടത്തപ്പെടുന്ന ശ്രേഷ്ഠമായ ഒരു നോമ്പാണ് 3 നോമ്പ് അല്ലെങ്കിൽ നിനവ നോമ്പ് എന്ന് ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, സുറിയാനി സഭയുടെ ആരാധന പാരമ്പര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ എന്താണ് നോമ്പ്? നമ്മൾ ആദ്യമായിട്ട് അമുഖമായി ചിന്തിച്ചു എന്താണ് നിനവേ നോമ്പ് എന്ന്. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്ക് ചിന്തിക്കാം, നോമ്പുകൾക്കെല്ലാം പ്രത്യേകതകളുണ്ട്. എന്നാൽ എന്താണ് നോമ്പ്? നോമ്പെന്ന വാക്കിന് മറ്റൊരർത്ഥമില്ല. ശത്രുക്കളെ തടയുവാനുള്ള ഒരു ഉപാധിയായിട്ട് നോമ്പെന്ന വലിയ ആയുധമായിട്ട് നമ്മൾ കാണുകയാണ്. പ്രാർത്ഥനയോടും അനുതാപത്തോടും ആത്മശുദ്ധീകരണത്തോടും കൂടി ഇവയിലൂടെയെല്ലാം ദൈവത്തിങ്കിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപാധിയായിട്ട് നോമ്പിനെ നമുക്ക് കാണാം. നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിതാക്കന്മാർ എഴുതി വെച്ചതായ പ്രാർത്ഥന ഈ നോമ്പിന്റെ വിഷയത്തിന്റെ ആമുഖമായി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്: മോശയുമേലിയായുമവർ നോറ്റുപവാസം 40 നാൾ, യേശുമേ നോമ്പേറ്റതിനാ നാശകനെ തോൽപ്പിച്ചുടനെ. എത്രയോ ശ്രേഷ്ഠമായ ഒരു ഗീതമാണ് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്. മോശയും ഏലിയായും അവർ നോറ്റുപവാസം 40 നാൾ, യേശുമേ നോമ്പേറ്റതിനാൽ നാശകനെ തോൽപ്പിച്ചുടനെ. ശത്രുവിനെ തോൽപ്പിക്കുവാൻ, പിശാചിനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ ഏറ്റവും വലിയ ആയുധമായിട്ട് ഈ നോമ്പിനെ നമുക്ക് കാണുവാനാണ് പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരെയാണ് നാം പരിചയപ്പെടേണ്ടത്? ഒരു മഹത് വ്യക്തിയാണ് ഈ 3 നോമ്പിൽ പരിചയപ്പെടേണ്ടതായിട്ട് നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അന്യജാതിക്കാരായ നിനവായിലെ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി യഹൂദനായ യോനയെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യോനായുടെ പുസ്തകം 3-ാം അധ്യായമാണ് ഇന്ന് അല്പസമയം നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത്. എന്നാൽ യോനായുടെ പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, വേദപുസ്തകം അങ്ങോളം ഇങ്ങോളം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നോമ്പാലും ഉപവാസത്താലും കൂടി ജീവിക്കുന്നതായ അനേകം മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് വിശുദ്ധ വേദപുസ്തകം? നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ സൺഡേ സ്കൂൾ കാലഘട്ടം മുതൽ, ജനിക്കുന്ന കാലഘട്ടം മുതൽ ഇന്നോളം നമ്മൾ പഠിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതുണ്ട്, ഇതുണ്ട്. ദൈവം ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നു, ദൈവം ശാസിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒത്തിരി നിർവചനങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താണ് ഈ വേദപുസ്തകം എന്ന് പറയുന്നത്? വേദപുസ്തകം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവരുടെ വലിയൊരു ചരിത്രമാണ് വേദപുസ്തകം എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രാർത്ഥിക്കുന്നവരുടെ ചരിത്രത്തിൽ, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തിന്റെ ചിത്രമായിട്ട് ഈ വേദപുസ്തകത്തെ ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, എന്താണ് വേദപുസ്തകം എന്ന് ചിന്തിക്കുമ്പോൾ, ഈ വേദപുസ്തകത്തിലെ ഒരു ചെറിയ പുസ്തകമായ യോനായുടെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിൽ ഈ ദിവസത്തിൽ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. യോനയുടെ ശബ്ദം കേട്ടുകൊണ്ട് ജനം അനുതാപത്തിലേക്ക് തിരിയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവാചകന്റെ ശബ്ദം, യോനാ പ്രവാചകന്റെ ശബ്ദം അവരുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തെറ്റിൻ്റെതായ അല്ലെങ്കിൽ പാപത്തിൻ്റെതായ ദുർമാർഗത്തിൻ്റെതായ ആ വഴിയിലൂടെ നടന്നു നീങ്ങിയവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ജനസമൂഹത്തെ നാം എടുത്തു നോക്കുമ്പോൾ യോന പ്രവാചകന്റെ ശബ്ദം കേട്ട് പുത്തൻ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തിരിച്ചറിവാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒന്നാമതായിട്ട് യോനായുടെ പുസ്തകത്തിൽ നിന്ന് ഈ 3 ദിനരാത്രങ്ങൾ, ഈ 3 നോമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുവാനുള്ള ഒന്നാമത്തെ ഉപദേശം, യോനായുടെ ജീവിതമായി ചേർത്ത് വെക്കുമ്പോൾ യോന കടന്നു ചെന്നതായ വലിയൊരു ജനസമൂഹത്തിന് മുമ്പാകെ യോന നിന്നപ്പോൾ അവരെടുത്തതായ ചില തീരുമാനങ്ങളാണ് ഈ ദിവസം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് അവർ ഉപവാസം നിശ്ചയിച്ചിരുന്നു. ഒന്നാമതായിട്ട് അവർ ദൈവ തിരുമുൻപാകെ ഉപവാസം നിശ്ചയിച്ചിരുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ.
ദൈവത്തിനു മുമ്പാകെ സ്വയം താണുകൊണ്ട്, സ്വയം വിനയം ധരിച്ചുകൊണ്ട്, സ്വയം താഴ്മ ശീലിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം കരുണ ചെയ്യുവാൻ ഉപവാസം നിശ്ചയിച്ച ഒരു പറ്റം ആളുകളെയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ആദിയോടൊന്നും പഠിക്കുമ്പോൾ, പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ ഉപവാസത്തെ മാർഗരേഖയായി കണ്ടതായ ഒരു പറ്റം ആളുകളെ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതായ ആളുകൾ ഉൾപ്പെടെ അനേകം ആളുകൾ ഉപവാസം തെരഞ്ഞെടുക്കുന്നതായിട്ട് പുതിയ നിയമത്തിൽ കാണുമ്പോൾ ഈ ദിവസത്തിൽ നമുക്കും ഒരു ഉപവാസം എടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഒരു നോമ്പ് നോക്കുന്നവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ നോമ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഓർക്കുമ്പോൾ അച്ഛന്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. സെമിനാരി പഠനകാലത്ത് സെമിനാരിയിലെ ഫൈനൽ സെമസ്റ്ററിൽ എത്തിക്കഴിയുമ്പോൾ സെമിനാരിയുടെ ഒരു നിയമമുണ്ട്, ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഒരുപാട് വിഷയങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരുടെ അടുക്കലൊക്കെ ചെന്നു. എൻ്റെ വിഷയങ്ങളൊക്കെ അവർ റിജക്റ്റ് ചെയ്തു. എനിക്ക് ഒരു വിഷയത്തിന് പോലും അതിന് സമ്മതിച്ചില്ല. ഞാൻ ലാസ്റ്റ് മടുത്തു. ലൈബ്രറിയിൽ ചെന്നിട്ട് കുറേ വിഷയങ്ങളിലൊക്കെ പഠിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. ലാസ്റ്റ് നോമ്പ് എന്ന വിഷയമായി കടന്നു ചെന്നു. ഞാൻ ആ വിഷയമായി കടന്നു ചെന്നപ്പോൾ എൻ്റെ തീസിസിന്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, ഇതാണ് ഏറ്റവും നല്ല വിഷയം, നീ തിരഞ്ഞെടുത്തതായ ഏറ്റവും നല്ല വിഷയം, നീ ഇതിനെപ്പറ്റി പഠിക്കുവാൻ വേണ്ടി പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഞാൻ ഇതിന്റെ പഠനകാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി ഈ തീസിസ് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. എന്താണ് നോമ്പ്, എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്? ശത്രുവിനെ തടയുവാൻ, പിശാചിനെ മാറ്റി നിർത്തുവാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ നോമ്പിനെ നമുക്ക് കാണാം. വാത്സല്യമുള്ളവരെ, ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, അവർ എഴുന്നേറ്റ് നിലവിളിച്ചു എന്നാണ് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത്. അവർ എഴുന്നേറ്റ് കണ്ണുനീരോടുകൂടി നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അത് കാൽവരി മലയിലേക്ക് കടന്നു പോകുന്നതായ യേശു തമ്പുരാൻ അവനെ നോക്കി കരയുന്നതായ ആളുകളെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. തീർന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് നിലവിളിക്കുക. അതാ എങ്ങനെയാണ് നിലവിളിക്കേണ്ടത്. വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹാഗാറിന്റെ ജീവിതം പഠിക്കുമ്പോൾ അവൻ നിലവിളിക്കുന്നുണ്ട്. ദാനിയേലിന്റെ ജീവിതം കാണുമ്പോൾ നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ നാളുകളിലെല്ലാം നമുക്കും നിലവിളിക്കുവാനുള്ള ഒരു അവസരമാണ്. ഈ ദിനങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മളും ദൈവത്തിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടുകൂടി നിലവിളിക്കുവാൻ വിളിക്കപ്പെട്ടവരായി മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വാത്സല്യമുള്ളവരെ, നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനയിൽ അതിശ്രേഷ്ഠമായ ഒരു ഗീതം ഇങ്ങനെ പാടുന്നുണ്ട്, എങ്ങനെയാണ് നാം നിലവിളിക്കേണ്ടതെന്ന്. ഹീനരുടെ ഈ പ്രാർത്ഥനയും ദാബികൾ തൻ കണ്ണീരുകളും ആദിഫലത്തിൻ കാഴ്ചകൾ പോൽ ഏൽക്കുമവനായി സ്തുതിയെന്നും. ഹീനരുടെ പ്രാർത്ഥനയും അനുതാപിയുടെ കൺപോളകൾ നൽകുന്ന കണ്ണുനീർ തുള്ളികളും അതാണ് ശ്രേഷ്ഠമായി ദൈവത്തിന്റെ തിരുമുമ്പാകെ എത്തിച്ചേരുന്നതെന്ന് ഈ ഗീതങ്ങളിലൂടെ കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നോമ്പിന്റെ നമസ്കാരത്തിൽ പിതാക്കന്മാർ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, നല്ല വർണ്ണങ്ങളാൽ അനുതാപത്തിന് രൂപം വരയ്ക്കുവാൻ കണ്ണുനീരുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ടോ, കണ്ണുനീരിന്റെ വലിയൊരു പ്രാധാന്യത്തെ പറ്റിയും യോനായുടെ ജീവിതവും യോന മുഖാന്തരം കടന്നു വന്ന ജനസമൂഹവും നമ്മോട് ഓർമ്മപ്പെടുത്തുമ്പോൾ, മൂന്നാമതായിട്ട് ദൈവവിളിയെ തിരിച്ചറിയുക. യോനായുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട, നാം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവിളിയെ തിരിച്ചറിയുക എന്നുള്ളത്. യോനയുടെ ജീവിതം, അവൻ ഏത് മേഖലയിലൂടെ കടന്നുപോയി എന്നെല്ലാം ചരിത്ര പുസ്തകം പഠിക്കും നമുക്കറിയാം. പക്ഷേ അവൻ ദൈവം വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുന്നതായിട്ടും തിരിച്ചു വരുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ അനേകം ആളുകളെ ദൈവം വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിലിപ്പോസിനെ ദൈവം വിളിക്കുന്നു, പതറി ഇടറിയവനായ ശീമോനെ ദൈവം വിളിക്കുന്നു, അതുപോലെ തന്നെ നഥാനിയേലിനെ ദൈവം വിളിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ശൗൽ എന്ന് പറയുന്നതായ മനുഷ്യൻ അനേകം ആളുകളെ പീഡിപ്പിച്ച് കൊലവിളിക്കുമ്പോഴും പൗലോസായി ആ യേശു തമ്പുരാൻ വിളിക്കുമ്പോൾ അവൻ സന്തോഷത്തോടുകൂടി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്.
എന്നാൽ വിളി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയേറിയതായ ഒന്ന് തന്നെയാണ്. കഴിവോ പണമോ സാമർഥ്യമോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കിയിട്ടല്ല അവരിലേക്ക് ഉള്ളങ്ങളെ അറിയുന്ന ദൈവം, അല്ലെങ്കിൽ ഈ രാത്രികാലം ഈ വചനസന്ധിയിലായിരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ആ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, ആ വിളിയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ആരാകണം, ഞാൻ എന്താകണം, ഞാൻ എങ്ങനെയുള്ളവരായി തീരണം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കപ്പെടുന്നത്, ആരാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ നാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവികത തിരിച്ചറിയാതെ പോകുന്ന ആളുകളാണ് ഈ തലമുറയിലുള്ളത്. എന്തിനു പറയുന്നു? നമ്മളൊക്കെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നാം ജനിപ്പിച്ചതായ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതം എവിടെയാണ്? ദൈവികത ഇന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊന്നും എടുത്തു നോക്കുമ്പോൾ ഞായറാഴ്ച ദിവസം സൺഡേ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര പേരെ പറഞ്ഞയക്കുന്നുണ്ട്? ഈ ദിവസം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വചനം കേൾക്കുമ്പോൾ മാതാപിതാക്കളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്ര പേരെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ബലഹീനായ എന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി എത്ര കുഞ്ഞുങ്ങളെ അടുത്ത് ചേർത്ത് വിളിച്ചു നിർത്തിയിട്ടുണ്ട്? അത് ചിന്തിക്കുമ്പോൾ ദൈവികമായ ശബ്ദത്തെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞായറാഴ്ച ദിവസം ഒരു വിശ്രമത്തിനുള്ള ദിവസമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, വളരെ സ്നേഹത്തോടും വളരെ വിനയത്തോടും കൂടി ബലഹീനായ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്രമിക്കുവാനുള്ള സമയമായിട്ട് ഞായറാഴ്ച ദിവസത്തെ മാറ്റിവെക്കരുത്. ഇന്ന് ആധുനിക തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടങ്ങളിൽ, ഈ ഗൂഗിൾ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെയും ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കുവാൻ പോലും സാധിക്കാതെ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. ദൈവികമായ ശബ്ദത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയാതെ പോകുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നോമ്പും ഇന്ന് എവിടെയാണ്? ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിയിട്ട്, മക്കളെ, നോമ്പിന്റെ സമയമാണ്, നിങ്ങൾ നോമ്പ് നോക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കണമെന്ന് പറയുവാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കളായി നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ഈ പ്രസംഗങ്ങളൊക്കെ വ്യർത്ഥമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ധർമ്മം എന്താണെന്നും നീതി എന്താണെന്നും തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കളായി നമുക്കില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? പലപ്പോഴും പല മാതാപിതാക്കളും വന്നിട്ട് പലപ്പോഴും പറയാറുണ്ട്, അച്ഛോ, എന്റെ കുഞ്ഞ് നശിച്ചു പോകുന്നു, എന്റെ കുഞ്ഞ് പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്റെ കുഞ്ഞ് വഴിവിട്ടു പോവുകയാണെന്നൊക്കെ സങ്കടം പറഞ്ഞ് ഭാരം പറഞ്ഞ് സങ്കടവാർത്തകളുമായിട്ട് ഒത്തിരി പേർ ഞങ്ങളുടെയൊക്കെ അടുക്കൽ വരുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം ആശ്വാസവാക്കുകൾ പറഞ്ഞറിയിക്കുകയല്ലാതെ എന്ത് ചെയ്യുവാൻ സാധിക്കും? മക്കളെ വളർത്തുന്ന രീതികൾ നാം തിരിച്ചറിയണം. ആയ കാലത്ത് മക്കൾക്ക് വേണ്ടത് നാം കൊടുക്കുവാൻ തയ്യാറാകണം. ദൈവവിളി എന്താണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രിയമുള്ളവരെ, കടലിൽ മുങ്ങിച്ചാകാതെ മത്സ്യത്തിന്റെ വായിൽ രക്ഷിക്കുന്ന ഒരു യേശുതമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. മത്സ്യത്തിന്റെ വായിലൂടെ നമ്മെ രക്ഷിക്കുന്ന, ആ യവനായി രക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അവന്റെ ഉള്ളംകരത്തിൽ നമ്മെ വഹിച്ച് നമ്മളെ രക്ഷിക്കുന്ന ഒരു യേശുതമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ആ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. 4-മതായിട്ട് ലക്ഷ്യബോധമുള്ളവരായി തീരണം. എത്രയോ ശ്രേഷ്ഠമായ ഒരു വാക്യമാണ്, ലക്ഷ്യബോധമുള്ളവരായി തീരണം. യോനായുടെ ജീവിതം പഠിക്കുമ്പോൾ അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ലക്ഷ്യം തെറ്റി അവൻ യാത്ര ചെയ്യുമ്പോൾ, ദൈവം വിളിക്കുമ്പോൾ അവൻ ലക്ഷ്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭക്ഷണ സുഖമല്ല, സുഖത്തെ വെടിയുക എന്നതല്ല നോമ്പിന്റെ ലക്ഷ്യം. തങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആലയങ്ങളാക്കി തീർക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആലയങ്ങളായി തീരുമ്പോൾ ദൈവം വസിക്കുന്ന ഒരിടമായി തീരണം. ദൈവം വസിക്കുന്ന ഒരിടമായി നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ ആക്കുമ്പോൾ അവിടെ നമ്മുടെ നോമ്പും പ്രാർത്ഥനകളെല്ലാം പൂർണ്ണതയിലായിത്തീരുമെന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. നമ്മളൊക്കെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് പറയുമ്പോൾ പഠനകാര്യങ്ങളില്, ജോലി കാര്യങ്ങളില്, സുഖസൗകര്യങ്ങളില്, കുടുംബജീവിതങ്ങളിലൊക്കെ നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ദൈവ ഇഷ്ടം പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ഞാനും നിങ്ങളും എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. യോനായുടെ ജീവിതം പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ലക്ഷ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ കപ്പലിൽ കിടന്ന് ഉറങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. ദൈവികമായ വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തിലായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-മതായിട്ട് അവസാനമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ സമയത്തിന്റെ കുറവ് മൂലം ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. എന്നാലും 5-മതായിട്ടൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അവസരങ്ങളെ ശ്രദ്ധാപൂർവം വിനിയോഗിക്കുന്നവരായി തീരണം.
യോനായുടെ ജീവിതം പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ അവസരങ്ങളെ അവൻ ശ്രദ്ധാപൂർവം വിനിയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം വീണ്ടും ഒരവസരം യോനായ്ക്ക് കൊടുക്കുകയാണ്. ദൈവം അവനെ പറഞ്ഞയച്ചു, പക്ഷേ അവൻ ലക്ഷ്യമുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൈവം ഒരവസരം കൂടി കൊടുക്കുകയാണ്. ഗോഡ് ഗേവ് ഹിം എ സെക്കൻഡ് ചാൻസ്. അവന്റെ ജീവിതത്തിൽ ഒരു രണ്ടാമതൊരു ചാൻസ് ദൈവം കൊടുക്കുകയാണ്. അതിലൂടെ അവന്റെ ജീവിതത്തിലൂടെ 1,20,000-ഓളം പേർ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് വന്നു എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. ഒരവസരവും കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളെ തക്ക സമയത്ത് വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം. അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല, അവസരങ്ങളെ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുവാൻ വേണ്ടി ദൂരദേശങ്ങളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. മാതാപിതാക്കളേറെ സന്തോഷത്തോടുകൂടി അവർ പറഞ്ഞയക്കുകയാണ്. അവരേറെ സന്തോഷത്തോടുകൂടി വീട്ടിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ അവർ മാറിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിക്കറ്റ് മാമാങ്കത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് സൗരവ് ഗാംഗുലി. നിങ്ങളെല്ലാവരും കേട്ട് സുപരിചിതനായ, കണ്ട് ആസ്വദിച്ചതായ ഒരു വ്യക്തിത്വമാണ് സൗരവ് ഗാംഗുലി. അദ്ദേഹം പറഞ്ഞതായ ഒരു വാക്ക് ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുകയാണ്. എവരിത്തിങ് ഇൻ ലൈഫ് ഈസ് അബൌട്ട് സ്റ്റാൻഡിങ് അപ്പ് ആൻഡ് മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. തന്റെ ജീവിതത്തിൽ താൻ ആരായിരിക്കണം, ആദ്യം തന്റെ ജീവിതത്തിൽ ഒന്ന് എഴുന്നേൽക്കണം, അതിനുശേഷം താൻ ഒന്ന് നിൽക്കണം, അതിനുശേഷം തനിക്ക് ലഭിച്ച അവസരങ്ങളെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ തയ്യാറാകണം. ശ്രേഷ്ഠമായ ആ വാക്യം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ, ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യോനായുടെ ജീവിതത്തെ പോലെ നമ്മുടെ ജീവിതവും മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കണം. യോനായുടെ ജീവിതത്തിൽ അവൻ ചില സാഹചര്യങ്ങളിൽ വീണുപോയെങ്കിലും അവന്റെ അവസരത്തിൽ അവനൊന്ന് എഴുന്നേറ്റു, അവനൊന്ന് കണ്ണു തുറന്നു, അവനൊന്ന് നേരെ നിന്നു. അവന്റെ ജീവിതത്തിൽ ആ ദൈവം കൊടുത്ത അവസരത്തെ അവൻ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് കേട്ടതായ ഈ ഓരോ ചിന്തകളും, ഒന്നാമതായിട്ട് നാം പഠിച്ചു എന്താണ് നോമ്പ്, എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്, എന്താണ് നോമ്പിന്റെ പ്രാധാന്യം, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും നോമ്പ് നോക്കുന്നത്. ഈ യോനായുടെ ജീവിതം, യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് പഠിച്ചതായ ഓരോ കാര്യങ്ങളും ഒരിക്കൽ കൂടെ ഈ ദിവസം ഓർക്കുകയാണ്. ഒന്നാമതായിട്ട് കണ്ടു, അവർ ഉപവസിച്ചു എന്ന് കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് അവർ എഴുന്നേറ്റു നിലവിളിച്ചു. മൂന്നാമതായിട്ട് അവൻ ദൈവവിളിയെ തിരിച്ചറിഞ്ഞു. നാലാമതായിട്ട് അവൻ ലക്ഷ്യബോധമുള്ളവനായി തീർന്നു. അഞ്ചാമതായിട്ട് അവൻ അവസരങ്ങളെ വിനിയോഗിക്കുന്നവനായി തീർന്നു. ഈ 5 കാര്യങ്ങളും യോനായുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ ഏതെല്ലാം അവസരങ്ങളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം നാടുകളിൽ ജോലിക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ എന്തിനു വേണ്ടി യാത്ര ചെയ്താലും, എന്തെല്ലാം നേടുവാൻ വേണ്ടി കടന്നുപോയാലും അവിടെയെല്ലാം ഈ 3 നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയണം, ദൈവികമായ വചനം എന്താണെന്ന് തിരിച്ചറിയണം, ദൈവികമായ ചൈതന്യം എന്താണെന്ന് തിരിച്ചറിയണം. ഇനി ഇത് കഴിഞ്ഞിട്ട് വലിയ നോമ്പിന്റെ ദിനങ്ങളിലൂടെ ഞാനും നിങ്ങൾ കടക്കുകയാണ്. വലിയ നോമ്പിന് മുമ്പുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നോമ്പായിട്ട് 3 നോമ്പിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ളതായ ഒരു ഒരുക്കത്തെയാണ്, അല്ലെങ്കിൽ ഒരു തിരിഞ്ഞു നോട്ടത്തെയാണ് ഈ 3 നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ യോനായുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്പസമയം നമ്മുടെ കണ്ണുകളെ അടച്ച് ആയിരിക്കുന്നതായ സമയത്ത് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ, കഴിഞ്ഞ ഈ ദിനരാത്രി വരെയും ഞങ്ങളെ വഴി നടത്തി ഈ സമയം വരെ കൂട്ടിച്ചേർത്ത വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങൾ കേട്ടതായ വചനങ്ങളെല്ലാം നിന്റെ സന്നദ്ധിയിൽ നിന്ന് നീ നൽകിയതായ അഗ്നിയാവുന്ന തീയാവുന്ന വചനത്തെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ഒരവസരം കൂടി നൽകിയല്ലോ. കർത്താവെ, നന്ദി പറയുകയാണ്. നിന്റെ തിരുമുമ്പാകെ ഞങ്ങളുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഞങ്ങൾ ഇപ്രകാരം ചേർന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ
തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനും സർവവുമാ. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. മനുഷ്യകുലത്തെ മുഴുവനായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിൽ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവേ, ഒരിക്കൽ കൂടി നിന്റെ ദൈവികമായ വചനത്തെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ നീ നൽകിയ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവെ, ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ ഈ വചനം കേൾക്കുവാൻ വേണ്ടി സമയം മാറ്റിവെച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ, കർത്താവെ, കേട്ടതായ വചനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അംശം അവരുടെ ജീവിതത്തിൽ പുത്തൻ തീരുമാനങ്ങൾ എടുക്കുവാൻ, പുതിയതായ ദിവസത്തെ തിരഞ്ഞെടുക്കുവാൻ ദൈവമേ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ബലഹീനത കൊണ്ട്, കുറവ് കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾക്ക് നോമ്പ് നോക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. കർത്താവെ, ഈ ദിവസം ഈ വചനത്തിലൂടെ ഞങ്ങൾ എന്താണ് നോമ്പെന്ന് പഠിക്കുമ്പോൾ ഞങ്ങളൊരു പുത്തൻ തീരുമാനം എടുക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ദൈവമേ, ഞങ്ങൾ ഈ ദിവസം ഒരു തീരുമാനമെടുക്കട്ടെ. കർത്താവെ, ജീവിതത്തിൽ നൽകിയതായ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവമേ, ഇത്രമാത്രം അനുഗ്രഹങ്ങളും ഇത്രമാത്രം നന്മയുമെല്ലാം നീ പ്രദാനം ചെയ്തിട്ടും അതെന്താണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കർത്താവെ, നിന്നെ അറിയുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ദിവസം ഞങ്ങൾ മാറ്റിവെക്കുമ്പോൾ നീ യോനായുടെ ജീവിതത്തിലൂടെ കൊടുത്ത എല്ലാ നന്മകളെയും ഞങ്ങൾ സ്മരിക്കുകയാണ്. നീ യോനായുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി അവനെ വിളിച്ചു വേർതിരിച്ചതായ നിമിഷത്തിന്റെ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾ ഈ രാത്രികാലം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഒരു തീരുമാനമെടുക്കുവാൻ ഞങ്ങൾക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഞങ്ങളൊന്നും തിരിച്ചറിയാതെ, തിരിച്ചറിവിന്റെ മേഖലയിലൂടെ കടന്നു പോകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓടുകയാണ്. കർത്താവെ, ഈ ദിവസം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്കൊരു തിരിച്ചറിവ് നൽകിയല്ലോ. പ്രവാചകൻ പ്രജാതികൾക്കും നീ ലോകം മുഴുവനും സുവിശേഷം അറിയിച്ചതായിട്ട് വചനത്തിലൂടെ ഞങ്ങൾ പഠിച്ചിട്ടും കർത്താവെ, അത് ഞങ്ങൾ മനസ്സിലാക്കുവാൻ സമയം കണ്ടെത്തിയില്ല. യോന പ്രവാചകൻ സ്വയം കടലിലെറിയുവാൻ വേണ്ടി പറഞ്ഞപ്പോഴും ദൈവമേ, നീ സ്വയം ജീവനെ സമർപ്പിച്ചതായ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചു. കർത്താവെ, ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നില്ല. യോന പ്രവാചകൻ 3 ദിവസക്കാലം മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നപ്പോഴും നീ 3 ദിവസക്കാലം കല്ലറയിൽ കിടന്നതായിട്ട് ഞങ്ങൾ പഠിച്ചിട്ടും നീ ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല. യോന പ്രവാചകൻ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നപ്പോഴും നീ ഉയർത്തെഴുന്നേറ്റതായ ചരിത്രങ്ങൾ ഞങ്ങൾ പഠിച്ചപ്പോഴും ഞങ്ങൾ ചിന്തിച്ചപ്പോഴും കർത്താവെ, ഞങ്ങൾക്കൊരു പുത്തൻ തീരുമാനമെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. യോന പ്രവാചകൻ 40 ദിവസക്കാലം സുവിശേഷം അറിയിച്ചു. നീ 40 രാവും 40 പകലും ഉപവസിച്ചിട്ടും ഉപവാസം എന്താണെന്ന്, നോമ്പെന്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. യോന പ്രവാചകന്റെ പ്രസംഗം നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ കണ്ടു. നീ ഞങ്ങളുടെ മുമ്പിൽ പല പ്രാവശ്യം നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ എന്താണ് മാനസാന്തരം എന്ന് കണ്ടെത്തുവാൻ ഞങ്ങൾ സമയം കണ്ടെത്തിയില്ല. ഈ വചന കേൾവിയിലൂടെ കർത്താവെ, നിന്നെ ഞങ്ങൾ അറിയുകയാണ്, നിന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞങ്ങളൊരു പുത്തൻ തീരുമാനമെടുത്ത് പുത്തൻ പ്രതീക്ഷയോടുകൂടി ഈ വലിയ നോമ്പിന്റെ നാളുകളിലേക്ക് ഞങ്ങൾ കടന്നു പോകുകയാണ്. തുടർന്നുള്ളതായ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളൊരു മാനസാന്തരത്തിന് അനുഭവത്തിലായി തീരുവാൻ, ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ബലഹീനത വന്നുപോയ തെറ്റുകളെ മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നതായ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ബലാത്സംഗത്തിൽ കൂടാതെ വളരുവാൻ, ദൈവികമായ ചിന്തയിൽ വളരുവാൻ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ വചനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അവിടുത്തോട് ചോദിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ ദിവസത്തെ മുന്നേറുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുടെയും മാധ്യസ്ഥം തേടുന്നു. പരിശുദ്ധ കന്യകമറിയം അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി തേടുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവസരം നൽകിയതായ മെൽബൺ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ദേവാലയത്തിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളോടും ഭക്തസംഘടനാ പ്രവർത്തകരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുമ്പോൾ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രവിച്ചതായ എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.